എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹായമെത്രാനായിരുന്ന ഇപ്പോൾ മാണ്ഡ്യ രൂപതയുടെ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് പിതാവ് പ്രസിഡന്റ് എന്നാണ് സെവേ ഫാമിലി പ്ലാൻ ഇന്ത്യ എന്ന സംഘടനയുടെ ലഭ്യമായിട്ടുള്ള രേഖകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ സ്ഥാപനം എറണാകുളം അങ്കമാലി അതിരൂപതയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്രസിഡന്റിനെ കൂടാതെ റാൻസമ്മ എന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള ഭാരത് മാതാ കോളേജിലെ ഒരു ലെക്ചർ ആയിരുന്ന സ്ത്രീയാണ് സെക്രട്ടറി. ഇപ്പോൾ കാരണക്കോടം പള്ളിയുടെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിന്റെ മേലധികാരിയാണെന്നും അറിയുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി വൈദികനായ മാർഷൽ MM പൂർവാശ്രമത്തിൽ പേരുള്ള ഫാദർ മാർഷൽ മേലാപ്പള്ളി ഡയറക്ടറാണ്. കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളും ബിനാമി ഇടപാടുകളും നടന്നിട്ടുള്ള ഈ സ്ഥാപനത്തിൽ പ്രസിഡന്റിനെ കൂടാതെ ഇവർക്ക് രണ്ടുപേർക്കും മാത്രമായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എന്താണ് പ്രത്യേകത? കേരളം ഒട്ടാകെ പ്രവർത്തനങ്ങൾ ഉണ്ടെന്നാണ് രജിസ്ട്രേഷനിൽ നിന്നും വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ഇടയന്ത്രത്ത് പിതാവിൽ നിന്നും ചില കാര്യങ്ങൾ വ്യക്തമാക്കപ്പെടേണ്ടതുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹായമെത്രാനായിരുന്ന കാലഘട്ടത്തിലാണ് ഇതിന്റെ പ്രസിഡന്റ് ആയതെങ്കിൽ കേരളം ഒട്ടാകെ പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് പ്രസിഡന്റ് ആവാൻ അങ്ങേക്ക് ആരാണ് അധികാരം നൽകിയത്? സെവേ ഫാമിലി ഇന്ത്യ എന്ന പ്ലാൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അംഗമായിരുന്ന ഭാഗ്യസ്മരണാർഹനായ ഫാദർ അഗസ്റ്റിൻ കണ്ടത്തിൽ അതിരൂപതയുടെ വെൽഫെയർ സർവീസിന്റെ കീഴിൽ തുടങ്ങിയതാണല്ലോ. ഈ സംരംഭത്തിന്റെ മേലാൾ സ്ഥാനം അങ്ങ് വൈദികനായിരിക്കുമ്പോൾ ആരാണ് താങ്കളെ ഭരമേൽപ്പിച്ചത്? ഇപ്പോൾ സെവേ ഫാമിലി പ്ലാൻ അതിരൂപതയുടെ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മാറി താങ്കളുടെ സ്വകാര്യ സ്വത്തായി പോകുന്നുവെന്നാണ് രേഖകളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതെങ്ങനെയാണ് അങ്ങയുടെ സ്വകാര്യ സ്വത്തായി മാറ്റം സംഭവിച്ചത്? ആരാണ് പിതാവെ അങ്ങയുടെ സ്വകാര്യ സ്വത്താക്കി മാറ്റുവാൻ അനുവദിച്ചത്? പിതാവെ, അങ്ങ് വൈദികനായിരുന്ന സമയത്ത് ഏറ്റെടുത്ത ഉത്തരവാദിത്വം അങ്ങ് സഹായമെത്രാനായപ്പോഴും എന്തുകൊണ്ടാണ് അതിരൂപതയിലെ മറ്റു വൈദികർക്ക് കൈമാറി കൊടുക്കാതിരുന്നത്? പിതാവെ, അങ്ങ് മാണ്ഡ്യ രൂപതയുടെ മെത്രാനായി പോയപ്പോൾ അതിരൂപതയുടെ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന് കൈമാറാതിരുന്നത് എന്തുകൊണ്ടാണ്? കോടിക്കണക്കിന് രൂപയുടെ തിരിമറി നടത്തുവാനുള്ള അങ്ങയുടെ പ്രയത്നങ്ങൾക്ക് വേണ്ടിയാണോ ഇപ്പോഴും സ്വകാര്യ സ്വത്ത് പോലെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി തുടങ്ങിയ സ്ഥാപനം അങ്ങ് കൈവശം വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങയുടെ അഭിപ്രായം എന്താണ്? എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹായമെത്രാൻ എന്ന നിലയ്ക്ക് അക്കാലത്ത് അങ്ങ് കേരളം ഒട്ടാകെ പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള ഒരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തപ്പോൾ സെവേ ഫാമിലി പ്ലാൻ എറണാകുളം എന്ന പേരിൽ ആദ്യം രജിസ്റ്റർ ചെയ്തിരുന്ന സ്ഥാപനം പിന്നീട് സെവേ ഫാമിലി പ്ലാൻ ഇന്ത്യ എന്ന് മാറ്റി രജിസ്റ്റർ ചെയ്തപ്പോൾ അങ്ങയുടെ ട്രസ്റ്റിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന റാൻസമ്മ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആരാണ്? അവരെ ട്രസ്റ്റ് ഡയറക്ടർ ബോർഡിൽ നിയമിക്കുവാൻ അങ്ങേക്ക് ആരാണ് അധികാരം നൽകിയത്? MM മാർഷൽ എന്ന പേരിലെ ട്രസ്റ്റ് ഡയറക്ടർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികനായ ഫാദർ മാർഷൽ മേലാപ്പള്ളിയാണ് എന്ന് മനസ്സിലാക്കുന്നു. 14 വർഷത്തിലധികമായി അദ്ദേഹം ഒരേ സ്ഥാപനത്തിൽ തുടരുവാനുള്ള അധികാരം എവിടെ നിന്നാണ് അദ്ദേഹത്തിനുള്ളത്? അദ്ദേഹം ഇപ്പോഴും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികനായി തന്നെയാണോ ഉള്ളത്? കഴിഞ്ഞ 14 വർഷത്തിനിടയിൽ അദ്ദേഹം ഒരു ഇടവകയിൽ പോലും സേവനം ചെയ്യുവാൻ പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന് മാത്രമായി ഒരു പ്രിവിലേജ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടുവെന്നും എടയന്ത്രത്ത് പിതാവ് പറയുമല്ലോ. കേരളം ഒട്ടാകെയുള്ള പ്രവർത്തന സ്വാതന്ത്ര്യത്തോടുകൂടി ചാരിറ്റബിൾ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തിരുന്ന ഈ സ്ഥാപനത്തിന്റെ നാളിതുവരെയുള്ള കണക്കുകൾ സഭാ സുനഹദോസിന്റെ ഉത്തരവാദിത്തത്തിൽ ഓഡിറ്റിംഗിന് വിധേയമാക്കുവാൻ എടയന്ത്രത്ത് പിതാവ് തയ്യാറാകുമോ? കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളവും വിദ്യാഭ്യാസവും കുടുംബങ്ങൾക്ക് സേവനവും ഉറപ്പു നൽകുമെന്ന് രജിസ്ട്രേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ഭാഗമായുള്ള പ്രൊജക്ടുകൾ കേരളത്തിൽ എവിടെയൊക്കെ നടത്തിയെന്ന് പറയാനും അത്തരം കാര്യങ്ങളിലെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുമായി അത്തരം കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ എടയന്ത്രത്ത് പിതാവ് തയ്യാറാകണം. അതിരൂപതയുടെ സഹായമെത്രാനായിരുന്ന കാലഘട്ടത്തിൽ സഭാ തലവനെ അട്ടിമറിക്കാൻ നേതൃത്വം നൽകി എന്നതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട ശേഷം ഇപ്പോൾ മാണ്ഡ്യ രൂപതയുടെ മെത്രാനായിരിക്കുന്ന സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് പിതാവ് ഇപ്പോഴും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രൊജക്ട് എന്നറിയപ്പെടുന്ന സെവേ ഫാമിലി പ്ലാനിന്റെ പ്രസിഡന്റായി ഇപ്പോഴും എന്തുകൊണ്ട് തുടരുന്നു എന്ന് വ്യക്തമാക്കേണ്ടത് സീറോ മലബാർ സഭയുടെ സുനഹദോസാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയും സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ ഉൾപ്പെടെ അന്ന് കേരള കത്തോലിക്ക സഭയുടെ മെത്രാൻ സമിതിയിൽ അംഗങ്ങളായിരുന്ന 13 മെത്രാന്മാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യാജരേഖകൾ നിർമ്മിച്ചു. കേരള സഭയെ അട്ടിമറിക്കുവാൻ ഗൂഢാലോചന നടത്തിയവരുടെ സാമ്പത്തിക ഉറവിടമായിരുന്ന ഒരു സ്ഥാപനമെന്ന ആരോപണമാണ് മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് പിതാവ് പ്രസിഡന്റ് ആയിരിക്കുന്ന സെവേ ഫാമിലി ഇന്ത്യ എന്ന സ്ഥാപനത്തിൽ നിന്നും പ്രൊജക്ടുകളുടെ ഭാഗമായി കോടിക്കണക്കിന് രൂപ വിവിധ സ്ഥലങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിൽ
സമഗ്രമായ ഒരു ഓഡിറ്റിങ്ങിന് തയ്യാറാകുമോ എന്നത് സഭാ നേതൃത്വം വ്യക്തമാക്കണം. മുമ്പ് ചോദിച്ച ചോദ്യങ്ങൾ പ്രാരംഭ ചോദ്യങ്ങൾ മാത്രമാണ്. സഭയിലെ അധികാരികളോട് നടപടി ആവശ്യപ്പെട്ടിരിക്കുന്നതും പ്രാരംഭമായി മാത്രമാണ്. നൂറുകണക്കിന് ചോദ്യങ്ങൾക്ക് ഉത്തരം തരേണ്ടി വരും സെവി ഫാമിലി പ്ലാൻ.